ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഴം വചനവിചിന്തനത്തിലേക്ക് കൃത്യമായ സ്വാഗതം. ആത്മവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന സഭ ഒരിക്കൽ കൂടി വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ തീർത്ഥാടന വഴിയിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളും നിലപാടുകളും എന്തായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഇന്നത്തെ വായനകൾ. 40 രാവും 40 പകലും ദൈവത്തോടൊപ്പം മലമുകളിൽ ചെലവഴിക്കുന്ന മോശയെയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയായ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ 40 ദിവസം എന്നത് ഒരുക്കത്തിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും കാലഘട്ടമാണ്. 40 ദിവസം എന്നത് ബൈബിളിൽ പലതവണ നാം കാണുന്നുണ്ട്. നോഹയുടെ കാലത്തെ 40 ദിവസത്തെ മഴ, ഇസ്രായേലിൻ്റെ 40 വർഷത്തെ മരുഭൂമി യാത്ര, ഈശോയുടെ 40 ദിവസത്തെ ഉപവാസം എന്നിങ്ങനെ ഇവയെല്ലാം ദൈവിക സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിനും മനസ്സിലാക്കുന്നതിനുമായി ദൈവം കണ്ടെത്തിയ മാർഗങ്ങളായിരുന്നു. പ്രലോഭന പരീക്ഷണങ്ങളുടെ ഈ കാലഘട്ടത്തിലാണ് ദൈവത്തോടുള്ള അടുപ്പം അവർ അനുഭവിച്ചറിഞ്ഞത്. അങ്ങനെ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ പുതിയ വെളിപാടുകൾക്കും രൂപീകരണത്തിനും മുൻപുള്ള ആത്മീയ തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടമാണ് 40 ദിവസം. സിനായ് മലയിൽ ദൈവത്തോടുള്ള സഹവാസത്തിൽ നിന്നും മോശ മനസ്സിലാക്കിയ കാര്യങ്ങൾ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വഴികാട്ടികളായി മാറി. മരുഭൂമിയുടെ സങ്കടങ്ങളിൽ ഇടറാതെ മുന്നേറാൻ ഇസ്രായേലിനെ പ്രാപ്തയാക്കിയത് ദൈവത്തോടൊപ്പമുള്ള മോശയുടെ സഹവാസമാണ്. നോമ്പിൽ ദൈവത്തോടൊപ്പം നാം സമയം ചെലവഴിക്കുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറക്കപ്പെടും. ആത്മീയ ജീവിതത്തിൽ സഹന വഴികളുടെ സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ നാം കാണുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രലോഭനങ്ങളുടെ കാറ്റടിച്ചാലും തളരാത്ത ഹൃദയത്തോടെ സഹന ജീവിതത്തെ നേരിടുമ്പോൾ സ്വർണത്തെ പോലെ തിളക്കമുള്ളവരായി നാം മാറും. കല്ല് ശില്പമാകുന്നത് ഉളി കൊള്ളുമ്പോഴാണ്. നോമ്പിലെ ഉപവാസവും പരിത്യാഗ പ്രവൃത്തികളും നമ്മെ തളർത്താനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ മാലിന്യങ്ങളെ നീക്കി ശുദ്ധിയുള്ളവരാക്കാനാണ്. ഉള്ളിൽ ഉളി കൊള്ളുന്ന അനുഭവങ്ങൾ സ്വന്തമാകുമ്പോൾ നമ്മിൽ നന്മയുടെ ശില്പങ്ങൾ രൂപപ്പെടും. കഷ്ടപ്പാടുകളെ ദൈവത്തോടുള്ള അടുപ്പമായി കാണാൻ ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മിശിഹായുടെ പ്രലോഭനവും കുരിശുമരണവും മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷയുടെ മാർഗങ്ങളായിരുന്നുവെന്ന ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ 3-ാമത്തെ വായനയായ ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് മിശിഹ. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ. നമ്മുടെ പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും രക്ഷയുടെ ഉപാധികളാക്കി മാറ്റാൻ നമുക്ക് ജാഗ്രതയുള്ളവരാകാം. പരീക്ഷണങ്ങളിൽ നാം തനിച്ചല്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്ര തുടരാം. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷണങ്ങളുടെ വിവരണമാണ് ഇന്നത്തെ 4-ാമത്തെ വായനയായ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 3 പ്രലോഭനങ്ങൾക്ക് ഈശോ വിധേയനാവുകയാണ്. ഈ 3 പ്രലോഭനങ്ങളുടെയും പൊതുവായ അന്തസത്ത ദൈവത്തെ ലോകത്തിൽ നിന്നും മാറ്റി നിർത്തുക എന്നതാണ്. സാത്താൻ ഈശോയുടെ മുൻപിൽ വച്ച 3 പ്രലോഭനങ്ങളുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവത്തെ അപ്രസക്തനാക്കുക എന്നതായിരുന്നു. ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദൈവം ആവശ്യമില്ലെന്നും മനുഷ്യൻ്റെ കഴിവും സാങ്കേതികതയും അധികാരവും മാത്രം മതി എന്നുമുള്ള ചിന്താഗതിയാണ് സാത്താൻ വിതയ്ക്കാൻ ശ്രമിച്ചത്. ദൈവിക സംവിധാനങ്ങളെ തച്ചുടയ്ക്കാനുള്ള സാത്താൻ്റെ ഈ പരിശ്രമങ്ങളെയാണ് ഈശോ തകർത്തു കളഞ്ഞത്. ആധുനിക ലോകം ഉയർത്തുന്ന വെല്ലുവിളികളുടെ ഒരു നേർചിത്രമാണ് ഇന്നത്തെ വായനയിലെ 3 പരീക്ഷണങ്ങൾ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിനു ശേഷം 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ നേരിട്ട 3 പ്രധാന പരാജയങ്ങൾ, അതായത് അവർക്കുണ്ടായ 3 പ്രലോഭനങ്ങളുടെ പരിണിത ഫലമായിരുന്നു. ഈ 3 പ്രലോഭനങ്ങളാണ് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ വീഴ്ത്തിയത്. എന്നാൽ ഈശോ അവിടെ വിജയിച്ചു. ദൈവത്തെ മാറ്റി നിർത്തി ലോകത്തിൻ്റെ വഴിയെ ചരിച്ച് സ്വന്തം മഹത്വം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട മനുഷ്യനെ, അതായത് ഇസ്രായേലിനെ ദൈവവഴിയിൽ തിരിച്ചെത്തിക്കുകയാണ് ഈശോ. ഇസ്രായേൽ പരാജയപ്പെട്ട അതേ സാഹചര്യങ്ങളിലൂടെ ഈശോ കടന്നു പോവുകയും
വചനത്തിലൂടെ വിജയം വരിക്കുകയും ചെയ്യുന്നു. പുരാതന ഇസ്രായേൽ ജനത മരുഭൂമിയിൽ പരാജയപ്പെട്ട ഇടങ്ങളിൽ പുതിയ ഇസ്രായേലിനെ നയിക്കുന്ന ഈശോ വിജയം വരിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. മരുഭൂമിയിൽ വിശന്നപ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും പിറുപിറുത്തു. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രലോഭനം. ഈജിപ്തിലെ ഇറച്ചിക്കലങ്ങളുടെ അടുത്തിരുന്നപ്പോൾ ഞങ്ങൾ എത്ര സുഖമായിട്ടാണ് ഭക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞ് അവർ അടിമത്തത്തെ കൊതിച്ചു. ദൈവത്തിൻ്റെ പരിപാലനങ്ങളെക്കാൾ അവർ ഭക്ഷണത്തിന് മുൻഗണന നൽകി. വിശപ്പ് എന്ന പ്രലോഭനത്തിനു മുൻപിൽ ഇസ്രായേൽ പരാജയപ്പെട്ട നിമിഷമായിരുന്നു. വിശപ്പ് അവരെ ദൈവചിന്തയിൽ നിന്നും അകറ്റി. 40 ദിവസം ഉപവസിച്ച ഈശോയോട് കല്ല് അപ്പമാക്കുക എന്ന് സാത്താൻ പറയുമ്പോൾ സമാനമായ അനുഭവത്തിലൂടെ ഈശോയും കടന്നു പോവുകയാണ്. ഇവിടെ ഈശോ നൽകുന്ന മറുപടി അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന വചനം ഉപയോഗിച്ചാണ്. ഭൗതികമായ സംതൃപ്തിയേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് ഈശോ തെളിയിച്ചു. അങ്ങനെ ഇസ്രായേൽ പിറുപിറുത്ത് ദൈവത്തിൽ നിന്ന് അകന്നിടത്ത് ദൈവവചനം സംസാരിച്ച്, അതായത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ഈശോ സാത്താനെ പരാജയപ്പെടുത്തി. രണ്ടാമത്തെ ഇസ്രായേലിൻ്റെ പ്രലോഭനം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. റെഫീദീമിൽ വെച്ച് വെള്ളമില്ലാതെ വന്നപ്പോൾ ജനം മോശയോട് കലഹിച്ചു. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ദൈവത്തെ പരീക്ഷിച്ചു. ഈ സ്ഥലത്തെ അവർ മാസ എന്ന് വിളിച്ചു. ദേവാലയത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ സാത്താൻ പ്രലോഭിപ്പിച്ചപ്പോൾ ഈശോ നൽകിയ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. അത്ഭുതങ്ങൾ കാണിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം തെളിയിക്കാൻ ശ്രമിക്കുന്നതല്ല, മറിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിരുപാധികം വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസമെന്ന് ഈശോ കാണിച്ചു തന്നു. മൂന്നാമതായി, മോശ മലമുകളിൽ ദൈവത്തോടൊപ്പമായിരുന്നപ്പോൾ ജനം ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു. ദൈവത്തിനു പകരം തങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ദൈവത്തെയും ലൗകിക സുരക്ഷിതത്വത്തെയും അവർ തിരഞ്ഞെടുത്തു. ലോകത്തിൻ്റെ എല്ലാ അധികാരങ്ങളും രാജ്യങ്ങളും കാണിച്ച് എന്നെ ആരാധിച്ചാൽ ഇവ നിനക്ക് നൽകാമെന്ന് സാത്താൻ പറഞ്ഞപ്പോൾ ഈശോ ഉറപ്പിച്ചു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ സേവിക്കാവൂ. അധികാരവും പ്രശസ്തിയും പണവും വിഗ്രഹങ്ങളായി മാറുന്ന ലോകത്ത് ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനെന്നും അവിടുത്തെ മാത്രമാണ് സേവിക്കേണ്ടതെന്നും ഈശോ തൻ്റെ നിലപാടിലൂടെ വ്യക്തമാക്കി. അപ്പത്തിനു വേണ്ടി ദൈവത്തെ മറക്കരുതെന്നും അധികാരത്തിനു വേണ്ടി സാത്താനെ ആരാധിക്കരുതെന്നും അഹങ്കാരം കൊണ്ട് ദൈവത്തെ പരീക്ഷിക്കരുതെന്നും ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത പരാജയപ്പെട്ട മരുഭൂമി എന്ന പരീക്ഷണശാലയിൽ ഈശോയിലൂടെ പുതിയ ഇസ്രായേൽ വിജയം വരിക്കുന്നു. ഇങ്ങനെയുള്ള രക്ഷാകരമായ ഒരു മരുഭൂമി അനുഭവത്തിലേക്കാണ് നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നത്. ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതത്തിലെ മരുഭൂമികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 1, ഭക്ഷണത്തിനും സുഖങ്ങൾക്കും മുൻഗണന നൽകുമ്പോൾ ദൈവഹിതം അവഗണിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. 2, പ്രതിസന്ധികളിൽ ദൈവത്തെ പരീക്ഷിക്കാതെ അവിടുത്തെ കരുതലിനായി കാത്തിരിക്കുക. 3, ലോകത്തിൻ്റെ അധികാരങ്ങൾക്കും വിഗ്രഹങ്ങൾക്കും മുൻപിൽ മുട്ടുമടക്കാതെ ദൈവത്തെ മാത്രം ആരാധിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിന്ന് ദൈവം പുറത്താക്കപ്പെട്ടിട്ടില്ലെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. നമ്മുടെ ജീവിതം മരുഭൂമിയിലൂടെയുള്ള ഒരു യാത്രയാണ്. ഇവിടെ പ്രലോഭനങ്ങളുടെ ഉഷ്ണക്കാറ്റുകൾ വീശിയേക്കാം. എന്നാൽ മോശയെ പൊതിഞ്ഞ ദൈവത്തിൻ്റെ മേഘം നമുക്കും കാവലുണ്ട്. ഈ നോമ്പുകാലം നമ്മുടെ ഉള്ളിലെ സ്വർണ്ണക്കാളകളെ, വിഗ്രഹങ്ങളെ തകർത്തു കളയാനും ദൈവത്തിൻ്റെ വിരലുകളാൽ നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രമാണങ്ങൾ എഴുതി ചേർക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.